വാഹനങ്ങളിലെ മോഡിഫിക്കേഷനുകളൊക്കെ യുവാക്കൾക്ക് ഒരു ഹരം തന്നെയാണ്. നിയമവിരുദ്ധമാണെന്ന് അറിയാമെങ്കിലും പലരും പോലീസിന്റെ കണ്ണൊക്കെ വെട്ടിച്ചങ്ങ് ചീറിപ്പായും, പലപ്പോഴും പിടിയിലാവുകയും ചെയ്യും. ബംഗളൂരുവിലെ യുവാവ് ഒരു പടി കൂടി കടന്നാണ് മോഡിഫിക്കേഷൻ നടത്തിയത്. അതായത് തീ തുപ്പുന്ന കാർ. എന്താണ് കാര്യമെന്ന് ഒന്ന് കാണാം. കെ.വി. ശ്രീധരൻ ബംഗളൂരുവിൽ നിന്ന് നമ്മുടെ കൂടെയുണ്ട്. ശ്രീധരൻ, എത്ര പറഞ്ഞാലും കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആൾക്കാരൊക്കെ അവിടെ കൂടി നിൽക്കുന്നത് ദൃശ്യത്തിലൊക്കെ കാണാം. പിടി വീണിട്ടുണ്ടാകും ഉറപ്പ്. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. അതായത് എന്ത് നോക്കൂ, എന്തൊരു ശബ്ദം മാത്രമല്ല, തീ തുപ്പുകയാണ് ഈ സൈലൻസറിൻ്റെ അകത്തുനിന്ന്. അതിൻ്റെ മഫ്ലർ ഊരി വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ അഭ്യാസങ്ങൾ നടത്തുന്നത്. അർജുൻ ഷേണ എന്നുള്ളൊരു വ്യക്തിയാണ് ബംഗളൂരു നഗര മധ്യത്തിൽ ഇങ്ങനെയൊരു പ്രകടനം നടത്തിയത്. ഏതായാലും ഈ ദൃശ്യങ്ങൾ വളരെ വൈറലായി. പ്രത്യേകിച്ച് ഇതൊക്കെ ആളുകളൊക്കെ വല്ലാണ്ട് പ്രസിദ്ധരാവാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കടുങ്കൈകളൊക്കെ കാണിക്കുന്നത്. ഏതായാലും ഇങ്ങനെ മോഡിഫൈ ചെയ്ത ഈ വണ്ടിയും കൊണ്ടാണ് ഇയാൾ കഴിഞ്ഞ ദിവസം നഗരത്തിലിറങ്ങിയത്. ഈ നഗരത്തിലിറങ്ങി ഇമാതിരി പണി ചിലർ വീഡിയോ അയച്ചു, ബംഗളൂരു ട്രാഫിക് പോലീസിനെയൊക്കെ വിവരം അറിയിച്ചു, ടാഗ് ചെയ്തു, പോസ്റ്റൊക്കെ ഇട്ടു. അതിന് പിന്നാലെ തന്നെ വൈകാതെ ഈ ബിരുദൻ പിടിയിലായിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ മോഡിഫൈ ചെയ്ത വാഹനം ഇങ്ങനെ ഓടിച്ച ആളെ മാത്രമല്ല, ഇത് മോഡിഫൈ ചെയ്ത് കൊടുത്ത ആളുകളെ കൂടി പിടികൂടാനുള്ള ശ്രമത്തിലാണ് ബംഗളൂരു ട്രാഫിക് പോലീസ് ഉള്ളത്. ഏതായാലും അർജുൻ ഷേണ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഈ റോഡിലൂടെ ഇങ്ങനെ വാഹനം ഓടിച്ച് ഇങ്ങനെയുള്ള അഭ്യാസമൊക്കെ കാണിച്ചപ്പോൾ തന്നെ അവിടെ കൂടിയുന്ന ആളുകൾ, അതുപോലെ തന്നെ സമീപത്തെ റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ച്, അതായത് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകളൊക്കെ ഈ ശബ്ദവും ഇങ്ങനെയുള്ള ആൾക്കൂട്ടമൊക്കെ കണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി. അവരൊക്കെയാണ് ഈ പോലീസിൽ ഇങ്ങനെ പരാതി നൽകിയത്. ഇത് പറയുമ്പോൾ തന്നെ അല്പസമയം മുൻപ് ഞാൻ മറ്റൊരു വാർത്ത കൂടി വായിച്ചു. ഈ ബുള്ളറ്റിൽ ഒരാൾ റൈഡ് ചെയ്യുകയാണ്. അയാളുടെ കാമുകിയായിട്ടാണ് റൈഡ് ചെയ്യുന്നത്. കാമുകിയെ തനിക്ക് അഭിമുഖമായി ഇരുത്തിക്കൊണ്ട് വളരെ അപകടകരമായിട്ട് രീതിയിൽ വാഹനം ഓടിക്കുന്ന സംഭവങ്ങളും നഗരത്തിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വൈറലാവാൻ വേണ്ടി ഒരുപാട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന, കുപ്രസിദ്ധി നേടാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു യുവത വളർന്നു വരുന്നുള്ളതിൽ തീർച്ചയായിട്ടും ആശങ്കകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, എല്ലായിടങ്ങളിലും എത്രയെത്ര വാർത്തകൾ വന്നു, എന്തൊക്കെ നടപടികളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ? പിടിച്ചാലേ ഫലമുള്ളൂ. ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് നിങ്ങളൊക്കെ ഇപ്പോഴെങ്കിലും ചിന്തിക്കുക. ഇങ്ങനെയുള്ള പണികൾ മാത്രമേ കിട്ടുകയുള്ളൂ. ശരി ശ്രീധരൻ.